ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് കൂർക്ക ചെടിയാണേ. നമ്മളിത് കൂർക്ക നട്ടിട്ട് ഇപ്പോൾ ഏകദേശം കുറേ നാളായി, അതായത് 2 മാസത്തോളമായും തോന്നുന്നു. ഇപ്പോൾ നല്ലൊരു മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അത് പൊടിച്ച് കയറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പൊടിച്ച് കയറി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ, ഇതിന് വളരാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ വേരങ്ങ് കൂടിക്കഴിഞ്ഞാലേ അത് ഞാൻ ഓർത്ത് ഇതങ്ങ് നട്ടു കൊടുത്താലോ. ഇത് ഈ സമയത്ത്, അതായത് ഈ ഫെബ്രുവരി മാസമൊന്നും ആയിരിക്കില്ല നടുന്നത്. എനിക്ക് പിന്നെ അങ്ങനെ സമയം നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കാണുമ്പോൾ അപ്പം അങ്ങ് നട്ടു കൊടുക്കുക, അതങ്ങ് ഉണ്ടാവുകയും ചെയ്തോളും കേട്ടോ. ഇന്ന സമയത്ത് നടണം എന്നൊക്കെയുണ്ട് ഓരോ ചെടിയും. അപ്പോൾ നമുക്ക് കിട്ടിയ ഇത്രയും ഈ ഞൊടുപ്പുണ്ടല്ലോ, ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ 1-2 നിൽപ്പുള്ളൂ, അതിനി അവിടെ നിന്ന് കിളുത്ത് വന്നോളൂ. അപ്പോൾ ഈ കിട്ടിയത് ഇത്രയും കൂടെ നമുക്ക് കൊണ്ട് നട്ട് വെക്കാവേ. ഈ നട്ട് വെക്കുന്നത് ഞാൻ നേരത്തെ മണ്ണൊക്കെ ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. മണ്ണൊക്കെ ഇട്ട് വളവും ചാരവും അങ്ങനെ എല്ലാം ഇട്ടിട്ട് നമ്മൾ മണ്ണ് ഇളക്കി കൂട്ടി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ഒരാഴ്ചയോളം ഇതിങ്ങനെ ഉണ്ട്. പിന്നെ അത്യാവശ്യം 1-2 മഴയും കൂടെ കിട്ടിയപ്പോൾ മണ്ണ് സെറ്റായിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് മണ്ണ് ഇളകി കിടക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമുക്ക് അതെല്ലാം നട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനെ കിടത്തിയാണ് നടുന്നത്. കിടത്തി നട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ വിളവ് ഉണ്ടാവും എന്നാണ് നമ്മൾ പൊതുവേ ഈ കൂർക്ക കൃഷി ചെയ്യുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിങ്ങനെ അധികം വളർന്നിങ്ങനെ പന്തലിച്ച് നല്ല വൈഡായിട്ട് അങ്ങനെ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കൂർക്ക ചെടിക്കകത്ത് കൂർക്ക വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ചരിച്ച് വെച്ചാണ് നടുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ എന്ന് ഓർത്ത് വിഷമിക്കണ്ട, കാരണം ഇതിൽ ഇഷ്ടം പോലെ തളിർപ്പ് ഇങ്ങനെ കിളുത്ത് വരും. അപ്പം നമുക്കത് പൊട്ടിച്ച് നമുക്ക് വേണ്ടിടത്തൊക്കെ നട്ടു കൊടുക്കാം, ഒരു കുഴപ്പവും ഇല്ല. ആവശ്യത്തിന് കൂർക്ക ഉണ്ടാവുകയും ചെയ്തോളും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ചാരവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിരിക്കും. പിന്നെ അത്യാവശ്യം ഒരു 5-6 തലപ്പേ ഉള്ളായിരുന്നു എനിക്ക് അവിടുന്ന് എടുത്തത്, കാരണം നമുക്ക് കുറച്ച് മതിയല്ലോ. ഇതിപ്പോൾ ഇതിൽ തന്നെ ഇഷ്ടം പോലെ കൂർക്ക ഉണ്ടായിക്കോളും. ഞാനിപ്പോൾ നടുന്ന സമയം അത്യാവശ്യം ഒരു ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്. 10 മണി സമയമൊക്കെ ആയി. സാധാരണ എല്ലാവരും പറയും ഈ സമയത്ത് അങ്ങനെ നടരുത്, വെള്ളം ഒഴിക്കരുതെന്നൊക്കെ. പിന്നെ എനിക്ക് മോൻ ഉറങ്ങിയ ഒരു സമയത്താട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ കുറച്ച് ഈ പ്ലാവിൻ്റെ ചോട്ടിൽ ഞാൻ കുറച്ച് കരിയിലെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഈ കൂർക്കെല്ലാം മൂടിയിടുകയാണ് കേട്ടോ. അങ്ങനെ മൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെയിൽ, അപ്പോൾ ഈ രാവിലെയും വൈകിട്ടും ചെറിയൊരു തണുപ്പുണ്ട്, ഒരു മഴയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഉച്ച സമയമാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെയിലായിരിക്കും, ഇരട്ടി വെയിലാണ്. അപ്പോൾ ഈ രാവിലെ നിൽക്കുന്ന ഈ തളർത്ത് നിൽക്കുന്നതൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്കും വാടി കരിയില പരുവത്തിനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനത്തെ അത്യാവശ്യം കരിയിലയൊക്കെ എടുത്ത് ഞാൻ എല്ലാം മൂടി സെറ്റ് ചെയ്തിടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോവും. അങ്ങനെ അത്യാവശ്യം കരിയിലയൊക്കെ എടുത്ത് കണ്ടില്ലേ, ഇതൊക്കെ അങ്ങ് മൂടിയിടാം. അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇവിടെ അത്യാവശ്യം നല്ലൊരു ചൂടുണ്ട് ഉച്ച സമയത്തൊക്കെ. അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും നമ്മളത് കിളുത്തുനിന്ന് കയറുന്നിടം വരെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ജൈവസ്ലറിയോ ചാണകപ്പാലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ചാരവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലക്കി ഒഴിക്കുന്ന അത്യാവശ്യം നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.